ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ കേക്കിൻ്റെ ഓർഡേഴ്സൊക്കെ എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ള കാര്യമാണ് കേട്ടോ ഞാൻ ഇന്ന് ഷെയർ ആക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എങ്ങനെയാണ് ഇത്രയും ഓർഡേഴ്സൊക്കെ എങ്ങനെയാണ് കിട്ടിയെന്നുള്ള കാര്യമാണ് ഷെയർ ആക്കാൻ പോകുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ഞാൻ ചെയ്തത് എങ്ങനെയാണെന്നുള്ള കാര്യമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുകയാണ് വേണ്ടത് നമ്മൾ കേക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. അതിപ്പം നമ്മൾ ഫസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ആർക്കും ഒന്നും അറിയാൻ പറ്റില്ല. പിന്നെ നമ്മുടെ അടുത്ത ഫ്രണ്ട്സിനും പിന്നെ അത്ര അടുത്ത റിലേറ്റീവ്സിനൊക്കെ നമ്മൾ എന്തെങ്കിലും ഫങ്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊരു കേക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ കേക്കുകളൊക്കെ ചെയ്തിട്ട് അതൊന്ന് പീസായിട്ട് കട്ട് ചെയ്തിട്ട് അവർക്കൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം. ഇത് നമ്മൾ ചെയ്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അഥവാ ഇനി എന്തെങ്കിലും ഫങ്ഷൻസുകൾ വരുവാണെങ്കിൽ എനിക്ക് ഓർഡർ തരിക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവരുമായിട്ട് ആദ്യമേ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പിന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് പോവേണ്ടത്. സോഷ്യൽ മീഡിയ ഇപ്പം ഒരുപാട് തരത്തിലുണ്ട്. ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ഫേസ്ബുക്കും അതേപോലെ തന്നെ വാട്സപ്പുമാണ് കേട്ടോ. ഇൻസ്റ്റഗ്രാം ഒരുപാട് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇടയ്ക്കൊന്ന് നോക്കും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. വാട്സപ്പ് ആകുമ്പോൾ നമുക്ക് അടുത്തറിയാവുന്ന ഒരുപാട് ആൾക്കാർ കാണും. അപ്പോൾ നമ്മൾ അവരുടെ അടുത്തേക്ക് ഒന്ന് പറയുക, ഇങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻസുകൾ വരുവാണെന്നുണ്ടെങ്കിൽ പറയണം, ഞാനിങ്ങനെ കേക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഒന്ന് വാങ്ങിച്ച് ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം അഥവാ നമുക്ക് എന്തെങ്കിലും ഒരു ഫങ്ഷൻസുകളുണ്ടെങ്കിൽ നമ്മൾക്ക് ഓർഡർ പറയുമ്പോൾ നമ്മുടെ മാക്സിമം എത്രത്തോളം ഭംഗിയായിട്ടും ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ ആ ഒരു ഫങ്ഷന് അവർക്ക് കേക്ക് കഴിച്ച് അവർക്കത് ഇഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ആ ഒരു ഫങ്ഷനിലുള്ള ആൾക്കാരത് കഴിക്കുമ്പോൾ ഇത് എവിടെ നിന്നാണ് ചെയ്തതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ ചെയ്ത സ്ഥലം പറഞ്ഞു കൊടുക്കും. അങ്ങനെ നമുക്ക് ഓർഡറുകളും വരാറുണ്ട് കേട്ടോ. വാട്സപ്പിൽ നമുക്ക് ഫ്രണ്ട്സ് അല്ലാത്തവർ ചിലപ്പോൾ ഫേസ്ബുക്കിൽ നമ്മുടെ ഒരുപാട് അടുത്ത റിലേറ്റീവ്സോ അല്ലെങ്കിൽ അടുത്ത ഫ്രണ്ട്സ് അല്ലാത്തവരൊക്കെ ആയിരിക്കുമല്ലോ നമ്മുടെ കുറച്ചെങ്കിലും അറിയാവുന്ന ആൾക്കാരായിരിക്കും നമുക്ക് ഫേസ്ബുക്കിലുള്ളത്. അപ്പം നമ്മൾ ആ ഒരു രീതിക്കും അവരുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിന് ശേഷമായിട്ടാണ് നമ്മൾ ജസ്റ്റ് നമ്മുടെ ലോഗിനും അതേപോലെ തന്നെ ഒരു കേക്കിൻ്റെ ഫോട്ടോസുകളും അങ്ങനെയെല്ലാം ഒന്ന് ആഡ് ചെയ്തിട്ട് ഒരു പരസ്യം പോലെ ചെയ്തെടുക്കണം. അത് നമുക്ക് വാട്സപ്പിൽ കൂടെ ആയാലും ഫേസ്ബുക്കിൽ കൂടെ ആയാലും എല്ലാം നമുക്ക് ഓരോരോ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അവരുടെ അടുത്ത് നമുക്ക് പറയാം നിങ്ങൾ വാട്സപ്പിൽ അതൊക്കെ ഒന്ന് സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സുകളായാലും അവരുടെ റിലേറ്റീവ്സ് ആയാലും ഒക്കെ നമ്മുടെ ആ ഒരു സ്റ്റാറ്റസ് കാണാനായിട്ട് ഇടവരും. അപ്പോഴത്തേനും നമ്മൾ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരൊന്ന് വിളിച്ച് ചോദിക്കും. അപ്പോൾ നമുക്ക് അതുവഴിയും ഓർഡേഴ്സുകൾ വരും. പിന്നെ നമ്മുടെ റേറ്റ് നമ്മൾ തുടക്കത്തിൽ തന്നെ നമുക്ക് അത്രയും പെർഫെക്ഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തുടക്കത്തിൽ കാണില്ല. ഇപ്പം നമ്മൾ ഒരു വർഷം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നല്ല കറക്റ്റ് പെർഫെക്ഷനിലും കസ്റ്റമൈസ്ഡ് ഡിസൈൻസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആവുന്നത്. അപ്പോൾ നമ്മൾ റേറ്റൊക്കെ ഫസ്റ്റ് ചെയ്യുന്ന സമയത്തേക്ക് കുറച്ചൊന്ന് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് നല്ല എന്നാലും നമുക്ക് ഓർഡേഴ്സുകൾ വേണ്ടേ. അപ്പോൾ നമ്മൾ ഒരുപാട് ബൾക്കായിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഓർഡേഴ്സ് ഇല്ലാതിരിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ലാഭത്തിൽ കുറച്ചിട്ട് നമ്മുടെ റേറ്റ് പറയുക. അപ്പോൾ അവരത് നോക്കിയിട്ടും ചില ആൾക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് കേക്കുകൾ വാങ്ങിക്കാറുണ്ട്. പിന്നെ നമുക്ക് റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്, കാരണം നമ്മുടെ കേക്കിൻ്റെ മെറ്റീരിയൽസ് ആയാലും എല്ലാം പഴയതിനെക്കാട്ടേക്ക് ഇരട്ടി വിലയാണ് കേട്ടോ. നമ്മൾ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വിലകളൊന്നും അല്ല കേട്ടോ ഇപ്പോൾ ഉള്ളത്. അതൊക്കെ നോക്കിയിട്ട് വേണം. നമ്മൾ ഒരുപാട് അങ്ങ് കുറച്ചിട്ടൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് നമ്മുടെ ലാഭത്തിൽ നിന്ന് കുറച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് സെയിൽ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ കേക്ക് ഓർഡേഴ്സുകളൊക്കെ കിട്ടുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുന്ന കേക്കിൻ്റെ ടേസ്റ്റ് ഒരു തവണ മേടിച്ച് കഴിഞ്ഞാൽ പിന്നും നമ്മളൊന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റാണ് മുമ്പിൽ നിൽക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.